ഇത് കാണുമ്പോൾ പൂരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇത് പൂരിയല്ല കേട്ടോ. ഇതിൻ്റെ പേരാണ് പൊള്ളവട. പാലക്കാടുള്ള മാമിമാര് പൊതുവെ നവരാത്രി കാലങ്ങളിലാണ് പൊള്ളവട ഉണ്ടാക്കാറ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് ഈവനിങ് ചായക്ക് കടിയായിട്ടൊക്കെ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പൊള്ളവടയുടെ റെസിപ്പിയിലേക്ക് പോവാം. പൊള്ളവടയ്ക്കായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു കപ്പ്, ചെറിയ കപ്പിന് ഒരു കപ്പ് കടലപ്പരിപ്പ്, അതേ കപ്പിന് തന്നെ തുവരപ്പരിപ്പ്. ഇത് വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ. നിങ്ങളിപ്പോൾ എടുക്കുന്ന സ്പൂണിനാണെങ്കിൽ അതേ സ്പൂണിന് എടുത്താൽ മതി. രണ്ടും നമുക്കൊരു 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ട്. ഞാൻ കുതിർത്ത് കഴുകി എടുത്തതാണ് കേട്ടോ. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇട്ടാലും മതി. ഇതിലേക്ക് ഞാൻ അധികം വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. തുവരപ്പരിപ്പ്, കടലപ്പരിപ്പ്, കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരുപാട് വെള്ളം വേണ്ട. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയാണ്. കറിവേപ്പിൻ്റെ ഇല കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ്. നമ്മൾ ഏത് കപ്പിനാണോ എടുത്തത് ആ കപ്പിന് 4 കപ്പ് തേങ്ങ വേണം കേട്ടോ ഇടാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കി വരുമ്പോൾ കുറേ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ചെറുതിന് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് നന്നായി അരച്ചെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റിയെടുക്കാം കേട്ടോ. ഉപ്പ് പോരായെങ്കിൽ ഇടണേ. ഇപ്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അരിപ്പൊടി. അരിപ്പൊടി നമ്മൾ ഇടിയപ്പപ്പൊടിയൊക്കെ ചേർത്താൽ മതി. 8 കപ്പ് കേട്ടോ. നമ്മൾ ഏതിനാണോ ഉപയോഗിച്ചത് അതിന്. അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ കപ്പാണ് ഉപയോഗിച്ചത്. 8 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിൽ ക്വാണ്ടിറ്റി ഒക്കെ കറക്റ്റ് ആയാൽ മാത്രമേ നമ്മുടെ പൊള്ളവട നന്നായി വരുള്ളൂ കേട്ടോ. ഇനി ഒരു 2 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവ് നിങ്ങൾക്കനുസരിച്ച് ചെയ്യാം കേട്ടോ. ഈ മുളക് പൊടിക്ക് നല്ല എരിവുള്ളത് കൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ ഇട്ടു. ഉപ്പ് പോരാത്തതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കായത്തിന് എടുത്തിട്ട്, പച്ചക്കായല്ലേ അതിനെ എടുത്ത് കുറച്ച് ചുടുവെള്ളത്തിലിട്ടതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. കായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ഇത്രമാത്രം ഫ്ലേവർ കിട്ടില്ല കേട്ടോ. ഈ പൊള്ളവടയുടെ ഫ്ലേവർ പറഞ്ഞാൽ തന്നെ ആ കായവും ദാലുകളും ഒക്കെ കൂടിയുള്ള ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. കരിവേപ്പിൻ്റെ ഇലയൊക്കെ കൂടിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാമിമാർ ആ സമയത്ത് മാത്രമാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഡോ ആണ് വേണ്ടത്. ഇനി അത് കുഴക്കാനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇതുമാതിരി മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. വെള്ളം ഒരുപാട് ആവരുത്. നമുക്കിതിന് പരത്തിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം അതാ നമ്മൾ ഏകദേശമൊക്കെ ഇപ്പം കുഴച്ചാവുന്നുണ്ട്. ഇതൊരുവിധം വെള്ളം തളിച്ചാണ് ഞാൻ കുഴച്ചത്. അപ്പോൾ ഇതാ കുഴച്ച് വന്ന എണ്ണയിലേക്ക് കുറച്ച് ആ എടുത്ത കപ്പിന് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ എണ്ണ നമുക്കിതാ ഇതുമാതിരി ഒഴിച്ച് കൊടുത്ത് നന്നായി അങ്ങോട്ട് അതിലേക്ക് കുഴച്ചെടുക്കുക കേട്ടോ. കണ്ടോ, മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള പരുവത്തിലായിരിക്കണം. ഇപ്പോൾ കണ്ടോ, മാവൊക്കെ സൂപ്പറായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഇങ്ങോട്ട് ചെറിയ ബോളുകൾ ഉണ്ടാക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ബോളാണ് ഉണ്ടാക്കേണ്ടത്. ഇത് ഒരുപാട് വലുതായിട്ടല്ല എടുക്കുക. ഇനി ഒരു പ്ലാസ്റ്റിക് കവർ ഇതേപോലെ എടുത്ത് അതിൽ ലേശം എണ്ണ വയ്ക്കുക. ഇല ഉണ്ടെങ്കിൽ ഇല എടുക്കാം നിങ്ങൾക്ക്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ ഉരുള വെച്ചിട്ട് ഒരു ബൗൾ എന്തെങ്കിലും എടുത്ത് ഇതേമാതിരി ഇങ്ങോട്ട് പ്രസ് ചെയ്യുക. അടിഭാഗം പരന്ന ബൗൾ എടുക്കുക. ഒരുപാട് തിന്നുമാവുണ്ടാവും, ഒരുപാട് തിക്കുമല്ലാതെ നമ്മുടെ ഈ പൊള്ളവടയുടെ ഇത് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇത് കണ്ടോ, ഞാൻ അധികം തിക്കല്ല, ഒരുപാട് തിന്നുമല്ല, ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നല്ല ചൂടാന്നുള്ള എണ്ണ നല്ലവണ്ണം ചൂടാവുമ്പോൾ ഇതുമാതിരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2ഓ 3ഓ ഒക്കെ ഒന്നിച്ച് ഇട്ട് കൊടുത്ത് ഇതേമാതിരി വെക്കാം. അല്ല എങ്കിൽ ഒന്നൊന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് പൊതുവേ നമ്മൾ ഈ നവരാത്രിക്ക് ഉള്ളിയൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. പ്രസാദമായിട്ട് കൊടുക്കുമ്പോൾ ഇതിൽ കണ്ട ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല, മസാലകളൊന്നും അധികം അവർ ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ല. ഇതിന് വേഗമാവും, പക്ഷെ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് കുക്ക് ചെയ്യണം. ഇല്ല എങ്കിൽ ഇത് ഉള്ളി വേവില്ല കേട്ടോ. പൊന്തി വന്നെന്ന് വിചാരിക്കരുത്. കുറച്ച് ടൈം എടുത്തിട്ട് ഒന്ന് നന്നായി കുക്ക് ചെയ്തെടുക്കുക. അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. കണ്ടോ, നമ്മുടെ സൂപ്പറായിട്ട് പൊള്ളവട റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഈ പൊള്ളം അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യാം കേട്ടോ. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റാണ് ഈ പൊള്ളവടയ്ക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.